നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം വിദേശത്തേക്ക് കടക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് NIA പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ സുരക്ഷാ ഏജൻസി ജമ്മു കാശ്മീരിലെ ഒരു കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. ആ അപേക്ഷ പ്രകാരം പുറത്തുവരുന്ന വിവരങ്ങളാണ് ഈ അന്വേഷണം വിദേശത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ വിദേശത്തേക്കും അന്വേഷണം നീളുന്നു എന്ന സൂചന നൽകുന്നത്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരന്മാരിൽ നിന്നും കുറേയധികം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളുമുണ്ട്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് അവർ ഉപയോഗിച്ചിരുന്ന ഗോപ്രോ ക്യാമറയാണ്. ഈ ഗോപ്രോ ക്യാമറ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് എന്ന വിവരമാണ് അന്വേഷണത്തിൽ NIAക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചൈനീസ് അധികൃതരോട് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ തെളിവുകൾ നൽകാനുള്ള അല്ലെങ്കിൽ മറ്റ് വിശദ വിവരങ്ങൾ നൽകാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം, ചൈനീസ് സർക്കാരിനോട് അങ്ങനെ ഒരു അപേക്ഷ അയക്കണം എന്നാണ് ഇപ്പോൾ കോടതിയോട് NIA ആവശ്യപ്പെട്ടതും കോടതി അത് സ്വീകരിച്ചതും. അതായത് ഇന്ത്യൻ കോടതികൾക്ക് മറ്റ് രാജ്യങ്ങൾ ഈ ഇന്ത്യയിൽ നടന്ന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യത്തെ അധികൃതരിൽ നിന്നും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതികൾക്ക് അത്തരത്തിലുള്ള സഹായ അഭ്യർത്ഥന നടത്താവുന്നതാണ്. അത് ലീഗലി ബൈൻഡിംഗ് ഒന്നും ആയിരിക്കുകയില്ല, പക്ഷേ ഔദ്യോഗികമായി ഒരു സഹായ അഭ്യർത്ഥന BNSS മുഖാന്തരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അഭ്യർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ കോടതി ചൈനീസ് അധികൃതരോട് നടത്തിയിരിക്കുന്നത്. NIAയുടെ അപേക്ഷ പ്രകാരമാണ് അത് നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗോപ്രോ ക്യാമറ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് 2024 ജനുവരി 30-നാണ്. ചൈനയിലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ആക്ടിവേഷൻ നടന്നിരിക്കുന്നത്. ഈ ക്യാമറ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നത് എന്ന് NIA കൃത്യമായി ഇന്ത്യയിലെ ഈ വിതരണക്കാരോട് അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം തേടിയിരുന്നു. അവരാണ് ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ പേര് പറയുന്നത്. അത് ചൈനീസ് കമ്പനിയുടെ പേരും അതുപോലെ തന്നെ എവിടെ നിന്നാണ് വാങ്ങിയത്, എവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചിട്ടുള്ളത്. അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് വാങ്ങിയ ആൾ ആരാണ് എന്നും ഇതിൻ്റെ എൻഡ് യൂസർ, അതായത് അവസാനമായി ഇത് ഉപയോഗിച്ചത് ആരാണ് എന്നും അറിയേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടും ചൈനയിൽ വച്ചായത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചൈനയുടെ അധികാര പരിധിയിൽ വരുന്ന ഭൂപ്രദേശത്താണ് ഇത് രണ്ടും നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചൈനീസ് അധികൃതരുടെ ഒരു സഹകരണം ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കേസ് അന്വേഷണത്തിൻ്റെ ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് വിദേശ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI ആണ്. ISI, ലഷ്കർ എ തോയ്ബ പോലെയുള്ള ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. 2024 ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാക്കിയത്. അതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഏറ്റുപിടിച്ചതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറഞ്ഞ ദിവസത്തേക്കാണ്, 2-3 ദിവസത്തേക്കാണ് എങ്കിൽ കൂടി ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്കൊക്കെ പോയിരുന്നു. അതിനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്ത്യ പേരിട്ട് വിളിച്ചിരുന്നു. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ സേനയ്ക്ക് കനത്ത ആഘാതമാണ് ലഭിച്ചത്. ഈ ആഘാതം താങ്ങാനാകാതെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സമീപിച്ചത്. അത് താൽക്കാലികമായി അംഗീകരിക്കുകയും ആ സൈനിക നടപടി നിർത്തിവെക്കുകയുമാണ് ഇന്ത്യ ചെയ്തത്. എന്തായാലും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിന് സാധിച്ചു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായ ആക്രമണമാണ് പഹൽഗാം ഭീകരാക്രമണം. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ ഭീകരർക്ക് പിന്തുണ ലഭിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ് എന്ന് വ്യക്തമായിരുന്നു. വളരെ ആഴത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ NIA ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ചൈനയിൽ നിന്നും ഇത് വാങ്ങിയത് ആരാണ് എന്നതിനെക്കുറിച്ചും ഇത് ആക്ടിവേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ചൈനയിലോ പാകിസ്ഥാനിലോ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻകാരനായ ഒരു വിദേശിയാണ് ഈ ആക്രമണത്തിന് കമാൻഡ് ചെയ്തത് അല്ലെങ്കിൽ വിദേശ ഹാൻഡിലറായി പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ NIA സംഘം എത്തിയിരിക്കുന്ന വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.